ഇന്ന് നമുക്കൊരു അടുക്കള വിശേഷമായാലോ. ഒരു അച്ചാറുണ്ടാക്കാൻ, സിമ്പിൾ അച്ചാർ, എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, സാധനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നറിയാം. ഓക്കെ. നെല്ലിക്ക, നാരങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്തിരി ഉപ്പും കൂടി ഇട്ടാണ്. നെല്ലിക്കായും നാരങ്ങയും അരിഞ്ഞിരിക്കുന്ന ഒരാകൃതി നമുക്ക് ഇഷ്ടമുള്ള കരിയാം. അപ്പോൾ ഇത്ര ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മളിപ്പം ഇരുമ്പേറ്റിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ച് അതിനകത്ത് ഉലുവ എണ്ണയ്ക്കകത്ത് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എണ്ണ ഒഴിച്ചിട്ട് കടുക് കിട്ടാം. കടുക് ഇട്ട് കേട്ടോ. എന്റെ മിസ് ആയിട്ടുള്ള കാര്യം ഇനി അമ്മ ഇടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ചെറുതീയില് ഇടുന്നുണ്ട്, ഒരു നുള്ളു ഉലുവ, പിന്നെ കായത്തിന്റെ അടപ്പിനകത്ത് തന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു അടപ്പിന് രണ്ടും ഇട്ടിട്ടുണ്ട്. ശേഷം ഇനി അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അമ്മ. അതിനനുസരിച്ചിട്ടാണ്, അതായത് മാങ്ങ 1.5 ഇട്ടു അമ്മ. മുളക് പൊടി ഇതിനനുസരിച്ച് 1.5 നമ്മുടെ കയ്യിലിരിക്കുന്ന അമ്മയൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക അല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക്, വേസ്റ്റായി പോകുന്നവർക്ക് അമ്മ ഇത് എത്ര ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 10 നെല്ലിക്കയും 4 നാരങ്ങയാണ്. അപ്പം നമുക്ക് അത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം 10 നെല്ലിക്ക ഇല്ലാത്തവർക്ക് ഉള്ള അത്രയും നെല്ലിക്ക എടുക്കുക. കാരണം നെല്ലിക്ക നമുക്ക് നേരിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. അച്ചാറൊക്കെ ഇട്ട് വെള്ളക്കൊക്കെ അച്ചാറിടുന്നവരുണ്ട്. പക്ഷേ ഇത് നമുക്ക് ദോശ നമുക്ക് കഴിക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ച നെല്ലിക്കയും നാരങ്ങയും അതിൻ്റെ ഉപ്പിട്ട് വെച്ചില്ലേ, അത് നമ്മൾ അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അമ്മ അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അവസാനം അമ്മ അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ വഴറ്റി കൊടുത്തിട്ട് അമ്മ പറയുന്നത് നെല്ലിക്കയ്ക്ക് കുറച്ച് വേവുണ്ട്. അപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളം കൂടി അതിനകത്ത്, അത് നല്ല ചാറ് പോലെ വേണ്ടവർക്ക് മതി. ഇനി അതെല്ലാം ഇങ്ങനെ വറ്റി വേണ്ടവർക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇച്ചിരി ചാറ് പോലെ വേണമല്ലോ. നമുക്ക് ചിലവരൊക്കെ അച്ചാറിൻ്റെ ദോശയുടെ കൂടെ അച്ചാറൊക്കെ കഴിക്കുന്നവരുണ്ട്, പുട്ടിൻ്റെ കൂടെ അച്ചാർ കഴിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇതായിരിക്കും. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതെടുത്ത് കഴിക്കാം. കാരണം എരി, പുളി, മധുരം എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അമ്മ ഒരു മൂടി വെച്ച് അത് അടച്ച് വെച്ച് ഇനി നമുക്ക് ഒരു 20 മിനിറ്റാണ് വേവിക്കേണ്ടത്. 20 മിനിറ്റ് നമുക്കിതിന് വേണ്ടി വരും. കാരണം 20 മിനിറ്റ് കൊണ്ട് നമുക്ക് മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ നെല്ലിക്കയൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് കളയാറുണ്ട് ചീത്തയായിട്ട്. നാരങ്ങയും അങ്ങനെ ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ ഇത് അച്ചാർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് ഇതിൻ്റെ ഫൈനലിൽ അമ്മ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. കാരണം രണ്ടും കയ്പുള്ള സാധനമാണ്. കാരണം നെല്ലിക്കയ്ക്കും ചിലതിനെല്ലാം കയ്പ് വരാറുണ്ട്. പിന്നെ അമ്മ പറയുന്നത് ഇത് സമൂലം ഒരുമിച്ച് വരുന്ന കറിയായതുകൊണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവരിട്ടാൽ മതി. ചിലർക്ക് മധുരം ഇടുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. എൻ്റെ ഫൈനൽ അമ്മ ഇത് നന്നായിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. വെള്ളം ഉണ്ടായതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഒന്ന് വേവണം. എന്ത് വാങ്ങി വരുമ്പോൾ ഒരു സ്വല്പം പഞ്ചസാര തൂവണം. മനസ്സിലായോ? നോക്കെ നല്ല അച്ചാറാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണേ.